ഇന്നത്തെ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം പലപ്പോഴും പറയാറുള്ളതും പറഞ്ഞ് കേൾക്കുന്നതുമായ ഒന്നാണ്, അയ്യോ എനിക്ക് സമയം കിട്ടിയില്ല, സമയം തികഞ്ഞില്ല. ഒരു ദിവസം അല്പം മാത്രം ജോലി ചെയ്യുന്നവരുണ്ട്, കുറച്ചുകൂടെ കൂടുതൽ ജോലി ചെയ്യുന്നവരുണ്ട്, വളരെ കൂടുതൽ ജോലി ചെയ്യുന്നവരുണ്ട്, ധാരാളം ജോലി ചെയ്യുന്നവരുണ്ട്. ഇവർക്കെല്ലാം ഒരു ദിവസം 24 മണിക്കൂർ തന്നെയല്ലേ? ധാരാളം ജോലികൾ ചെയ്ത് ധാരാളം കാശ് ഉണ്ടാക്കുന്ന ബിൽഗേറ്റ്സിന് ഒരു ദിവസം 2400 മണിക്കൂറാണോ? നമുക്കൊരു ദിവസം 24 മിനിറ്റ് മാത്രമാണോ? അപ്പൊ സമയം കിട്ടിയില്ല എന്നുള്ളതല്ല പ്രശ്നം. അവിടെ കിട്ടുന്ന സമയം നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ ആ സമയം നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നു, എങ്ങനെ സമയം പാഴാകാതെ സൂക്ഷിക്കുന്നു എന്നതിലാണ് കാര്യം. അതിന് നമ്മുടെ ജീവിതത്തിന് വ്യക്തമായ ഒരു അടുക്കൽ ചിട്ടയും വേണം, വ്യക്തമായ പ്ലാനിങ് വേണം. എത്ര മണിക്ക് കിടക്കണം, എത്ര മണിക്ക് കഴിക്കണം, കഴിച്ചിട്ട് ഏതെല്ലാം ക്രമത്തിൽ ചെയ്യണം, അതിന് ഓരോന്നിനും എത്ര സമയം വേണം, ഇതൊക്കെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരാൾക്ക് സമയം കിട്ടിയില്ല എന്ന് പറയേണ്ടി വരില്ല. അതുപോലെ പരീക്ഷ എഴുതുന്ന കുട്ടികൾ പലപ്പോഴും 100 മാർക്കിൻ്റെ പരീക്ഷ എഴുതിച്ച് ഒരു കുട്ടി എന്ന് പറയുന്നത് എനിക്ക് 100 മാർക്ക് കിട്ടും. ഒരു കുട്ടി എന്ന് പറയുന്നത് അയ്യോ എനിക്ക് സമയം കഴിഞ്ഞില്ല, എനിക്ക് എല്ലാം അറിയാമായിരുന്നു, പക്ഷെ എല്ലാം എഴുതാൻ സമയം കഴിഞ്ഞില്ല. അതൊരു 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണെങ്കിൽ ഈ 100 മാർക്ക് കിട്ടിയ കുട്ടിക്കും സമയം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ 50 മാർക്കായ കുട്ടിക്കും കിട്ടിയത് 2 മണിക്കൂറാണ്. അപ്പൊ അവർ രണ്ടുപേരും 2 മണിക്കൂർ ഉപയോഗിച്ച രീതിയാണ് വ്യത്യസ്തം. അപ്പൊ സമയം എങ്ങനെ നന്നായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കും. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. എനിക്ക് പണ്ടൊരു കുഴപ്പമുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് വന്നാൽ വാഹനത്തിൻ്റെ താക്കോൽ ഞാൻ എവിടെയെങ്കിലും വെച്ചേക്കും. പിറ്റേ ദിവസം രാവിലെ പോകാൻ റെഡിയാകുമ്പോൾ ആ വാഹനത്തിൻ്റെ താക്കോല് തപ്പി നടക്കുന്നു. ഒരു 10 മിനിറ്റ് താക്കോല് തപ്പി നടക്കാൻ എനിക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം 10 മിനിറ്റ് താക്കോല് തപ്പിയെങ്കിൽ ഒരു വർഷത്തിൽ 365 ഗുണം 10. തൽക്കാലം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി അത് 360 ദിവസത്തെ കണക്ക് പറയാം. 360 ഗുണം 10 3600 മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിന് 60 കൊണ്ട് ഹരിക്കുമ്പോൾ മണിക്കൂറാവും. 3600 ഭാഗം 60 മണിക്കൂറാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പോയത്, താക്കോല് തപ്പിപ്പോയത്. പക്ഷെ പിന്നീട് ഞാൻ പരിഹരിച്ചു. എൻ്റെ മേശപ്പുറത്തിൽ കൊച്ച് തട്ടം വച്ചിട്ടുണ്ട്, വാഹനത്തിൻ്റെ താക്കോൽ അതിന് മാത്രമേ ഉള്ളൂ ഞാൻ. അപ്പോൾ ഒരു വർഷത്തിൽ ഞാൻ 60 മണിക്കൂർ ലാഭിച്ചില്ലേ? നിങ്ങൾ പലരും കുളിച്ച് റെഡിയാകാൻ നേരത്ത് ചീർപ്പ് തപ്പി നടന്നിട്ടില്ലേ? ഒരു 5 മിനിറ്റെങ്കിലും അതിനുവേണ്ടി നിങ്ങൾ കളഞ്ഞിട്ടില്ലേ? അത് പോവും ഏകദേശം ഒരു 30 മണിക്കൂർ ഒരു വർഷം. ഞാൻ അത് പരിഹരിച്ചിരിക്കുന്നത് ചീർപ്പിനെ ഒരു നൂലിൽ കെട്ടി ഞാൻ ഒരുങ്ങുന്ന കണ്ണാടിയുടെ മുമ്പ് കെട്ടി തൂക്കിയിട്ടുണ്ട്. ഈ ചീർപ്പെടുക്കുന്നു, കോതുന്നു, കയ്യിൽ കൊടുത്തു, പുല്ല് അവിടെ കിടന്നോളൂ. എനിക്ക് വയ്ക്കുന്ന ജോലി ഒരു സമയം പോലും ലാഭിച്ചു. അടുത്ത ദിവസം ഒന്ന് നൂലിൽ പിടിക്കുമ്പോൾ ചീർപ്പിന്റെ കയ്യിൽ വന്നോളും. ചീർപ്പ് എനിക്ക് തപ്പി നടക്കണ്ട, 1 മിനിറ്റ് പോലും പാഴായില്ല. പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും പഴയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ട് ചെയ്യൂ. അതിൽ ഓരോന്നായിട്ട് ആൻസർ ചെയ്യുക. ആൻസർ ചെയ്യാൻ പറയുമ്പോൾ ഇരുന്ന് ആൻസർ ചെയ്യാൻ തുടങ്ങിയാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ മുഴുവൻ തീർത്തിട്ടേ അയച്ചു പോകാവൂ. ഒരു ദിവസം പല ഘട്ടങ്ങളിലായിട്ടിരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ തീർക്കരുത്. ഒരു രാവിലെ ഒന്ന് ഇരുന്നു അത് തീർത്തിട്ടേ അയക്കാവൂ. 2.5 മണിക്കൂറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെ എല്ലാം ആൻസർ ചെയ്യും. ആദ്യ ദിവസം നിങ്ങൾ 3 മണിക്കൂറിൽ കൂടുതൽ എടുക്കും. പരീക്ഷ 2.5 മണിക്കൂറിന്റെ ആയിരിക്കും.
പക്ഷേ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആകുമ്പോൾ നിങ്ങൾ 2 മണിക്കൂർ തീരും. 10ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ നിങ്ങളത് 2 മണിക്കൂറിൽ തീരും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കില്ല, അതിന് മുമ്പ് തീരും. സമയം മിച്ചം വരും നിങ്ങൾക്ക്. ഇപ്പൊ ഇവിടെയൊക്കെ സമയത്തെ പഴിയാറുണ്ട്. ഒരു കഥയുണ്ട്. ഒരു പ്രഗത്ഭനായ വ്യവസായി, ഒരുപാട് ജോലികൾ ചെയ്യുന്ന ഒരു വ്യവസായി, ഒരു 50 നില കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് പുറത്തോട്ട് എന്തിനോ കുനിഞ്ഞാൽ പോകും. പോക്കറ്റിൽ നിന്ന് $1,00,000 താഴെ പോയി. 50 നില താഴെ മുറ്റത്ത് പോയി വീണു. അദ്ദേഹം അത് എടുക്കാതെ സ്വന്തം മുറിയിൽ പോയി. അപ്പൊ ആൾക്ക് വിശാന്ത $1,00,000 പോയില്ലേ, പോയി എടുക്കണ്ടേ? പുള്ളി പറഞ്ഞ മറുപടി, ഞാൻ ആ $1,00,000 എടുക്കണമെങ്കിൽ 50 നില താഴോട്ട് ഇറങ്ങണം, 50 നില തിരിച്ചു കയറണം. ആ സമയം കൊണ്ട് $10,00,000 വരെ ഉണ്ടാക്കാൻ എനിക്കറിയാം. ആ $1,00,000 പോട്ടെ. ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നമുക്ക് ധൈര്യമുണ്ടോ? ധൈര്യം വരണം. അതിന് സമയത്തെക്കുറിച്ച് ചിന്തിക്കൂ. വ്യക്തമായിട്ട് സമയത്തിന് വേണ്ടി പ്ലാൻ ഉണ്ടാക്കൂ. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കൂ. വളരെ എളുപ്പമാണ് ടൈം ടേബിൾ ഉണ്ടാക്കാൻ, വളരെ പ്രയാസമാണ് അത് പാലിക്കാൻ. അതുകൊണ്ട് ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ പോരാ, അത് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാൾക്കാരെ കൂടെ അറിയിക്കണം ആ ടൈം ടേബിൾ. നിങ്ങൾ ആ ടൈം ടേബിൾ പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അവരത്തോട് ആവശ്യപ്പെടണം. അതുപോലെ അവരുടെ ടൈം ടേബിൾ അവർ പാലിക്കുന്നുണ്ടോ എന്ന് നിങ്ങളും ചെക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ ആയാൽ സമയം കഴിഞ്ഞില്ല എന്നുള്ള പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു തിങ്കളാഴ്ച ഹോംവർക്ക് തരുന്നു, അടുത്ത തിങ്കളാഴ്ച കാണിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് ഞായറാഴ്ച രാത്രി 10 മണിക്കോ തിങ്കളാഴ്ച രാവിലെ 7 മണിക്കോ തുടങ്ങരുത്. അപ്പൊ സമയം കിട്ടില്ല. അപ്പോഴാണ് ക്ലാസ്സിൽ പറയേണ്ടി വരുന്ന, അയ്യോ സാർ എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ ചെയ്യാൻ ഇരുന്നതാണ്. തിങ്കളാഴ്ച തന്നെങ്കിൽ അതാ തിങ്കളാഴ്ച തന്നെ കഴിയുന്നതും ചെയ്യും. തിങ്കളാഴ്ച ഹോംവർക്ക് തന്നെങ്കിൽ കഴിയുന്നതും തിങ്കളാഴ്ച തന്നെ ചെയ്യും. അറ്റ് ദ മോസ്റ്റ് ചൊവ്വാഴ്ചയിലായിക്കോട്ടെ, അതിനപ്പുറം നീട്ടരുത്. ഒരിക്കലും ഒരു ജോലി നാളത്തേക്ക് നീട്ടരുത്. നാളെ വേണേ സമയം നമുക്ക് ജോലിയൊന്നും ഇല്ലാതെ മിച്ചം കിടന്നുണ്ട്. ലഭ്യമായ ഇന്ന് കിട്ടിയ ജോലികളൊക്കെ ഇന്ന് തീർക്കുക. ടുഡേ ഈസ് അവർ മോട്ടോ, ടുമോറോ സെൽഡം കംസ്. വിദ്യാർത്ഥികളുടെ നിഘണ്ടുവിലെങ്ങും നാളെ എന്നൊരു പദമില്ല എന്നൊരു ചൊല്ലുണ്ട്. നമുക്ക് നാളെ വേണ്ട, നാളെ നീള. എല്ലാ ജോലികളും ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യാം. അതിന് സമയം കണ്ടെത്തൂ. അതിന് സമയപരിപാലനം, ടൈം മാനേജ്മെന്റ് പഠിക്കൂ. സമയം കൃത്യമായിട്ട് അളന്നു തൂക്കി ഉപയോഗിക്കൂ. കാരണം നിങ്ങൾക്ക് കയ്യിൽ നിന്ന് കുറച്ച് കാശ് നഷ്ടപ്പെട്ടാൽ കൂടുതൽ ജോലി ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ കാശുണ്ടാക്കാം. മറ്റെന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങാം. ആരോഗ്യം കുറഞ്ഞാൽ ഒരുപക്ഷെ മരുന്നുകൾ കൊണ്ട് ആ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കാം. പക്ഷെ പോയ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അതിലൊരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ട ഇന്നലകളെ ഓർത്ത് വിലപിക്കാതെ ലഭ്യമായ ഇന്നലെ കുറിച്ചും വരാൻ പോകുന്ന നാളെയെ കുറിച്ചും ചിന്തിച്ച് സമയം മാനേജ് ചെയ്ത് ജീവിക്കൂ. എങ്കിൽ ഉജ്ജ്വല വിജയങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ്.